നമ്മുടെ ഭരണഘടനയുടെ ഭേദഗതികളുടെ രീതികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഭേദഗതി രീതികൾ എത്രയെന്ന് വെച്ചാൽ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയത്? അയവുള്ള ഭേദഗതി, പിന്നെ ദൃഢ ഭേദഗതി, അതേപോലെ തന്നെ അതിദൃഢ ഭേദഗതി. ഓക്കെ, ആദ്യത്തേത് അയവ് ഭേദഗതി നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റ് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യുന്നതാണ്. ഇതിന് ഉദാഹരണം എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം എന്നിവയാണ്. രണ്ടാമത്തെ രീതിയാണ് ദൃഢഭേദഗതി. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാ? മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവയാണ്. മറ്റൊന്ന് അതിദൃഢ ഭേദഗതി. ചില പ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭയുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാതെ സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് ഉദാഹരണം എന്താണ്? കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അംഗീകാര വിഭജനം.